നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആഗമാനന്ദ സ്വാമികളെ കുറിച്ച് പറയുകയാണ്. ആഗമാനന്ദ സ്വാമികൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം ജനിച്ചത് കൊല്ലം ജില്ലയിലെ ചവറയിലാണ്. കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ആര് ജനിച്ചത്? ആഗമാനന്ദ സ്വാമികൾ ജനിച്ചത്. ആഗമാനന്ദ സ്വാമിയുടെ ജന്മദേശം എവിടെയാണെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലെ ചവറയാണ്. ചവറയിലാണ്. അതുപോലെ ആഗമാനന്ദ സ്വാമികളുടെ യഥാർത്ഥ പേരെന്തായിരുന്നു? കൃഷ്ണൻ നമ്പിയാതിരി. ഓർത്ത് വെച്ചോളുക. ആഗമാനന്ദ സ്വാമികളുടെ യഥാർത്ഥ പേരെന്തായിരുന്നു? കൃഷ്ണൻ നമ്പിയാതിരി എന്നായിരുന്നു. അതുപോലെ ആഗമാനന്ദ സ്വാമികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഗമാനന്ദ സ്വാമികൾ 1935 ആദ്യത്തെ ആശ്രമം എവിടെ സ്ഥാപിക്കുകയുണ്ടായി? തൃശ്ശൂരിൽ സ്ഥാപിക്കുകയുണ്ടായി. ആഗമാനന്ദ സ്വാമികൾ 1935 തൻ്റെ ആദ്യത്തെ ആശ്രമം എവിടെ സ്ഥാപിച്ചു? തൃശ്ശൂരിൽ സ്ഥാപിക്കുകയുണ്ടായി. അതുപോലെ 1936 ശ്രീരാമകൃഷ്ണ ആശ്രമം കാലടിയിൽ സ്ഥാപിച്ചത് ആരായിരുന്നു? ആഗമാനന്ദ സ്വാമികളായിരുന്നു. 1936 ശ്രീരാമകൃഷ്ണ ആശ്രമം കാലടിയിൽ സ്ഥാപിച്ചത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ആഗമാനന്ദ സ്വാമികളാണ്. അതുപോലെ തന്നെ ആഗമാനന്ദ സ്വാമികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഗമാനന്ദ സ്വാമികൾ ആരംഭിച്ച സംഘടനകൾ ഏതൊക്കെയായിരുന്നു? സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം, അതുപോലെ ബ്രഹ്മാനന്ദോദയം എന്നീ 2 സംഘടനകൾ ആര് സ്ഥാപിക്കുകയുണ്ടായി? ആഗമാനന്ദ സ്വാമികൾ സ്ഥാപിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ആഗമാനന്ദ സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? ആഗമാനന്ദ സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികളായിരുന്നു ഏതൊക്കെയാണ്? വിവേകാനന്ദ ദർശനം, അതുപോലെ ശ്രീശങ്കര ഭഗവത് ഗീതാവ്യാഖ്യാനം, വിഷ്ണു പുരാണം തുടങ്ങിയവ ആരുടെ കൃതികളാണ്? ആഗമാനന്ദ സ്വാമികളുടെ ബുക്കുകളാണ്. ആഗമാനന്ദ സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. അതുപോലെ ആഗമാനന്ദ സ്വാമികളെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ആഗമാനന്ദ സ്വാമികൾ ആരംഭിച്ച മാസികകൾ ഏതൊക്കെയാണ്? അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ പേരുകളിലുള്ള മാസികകൾ ആരംഭിക്കുകയുണ്ടായി? ആഗമാനന്ദ സ്വാമികൾ ആരംഭിക്കുകയുണ്ടായി. ആഗമാനന്ദ സ്വാമികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീരാമകൃഷ്ണ മിഷൻ, സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച ശ്രീരാമകൃഷ്ണ മിഷനിൽ അംഗമായിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ആഗമാനന്ദ സ്വാമികൾ. ശ്രീരാമകൃഷ്ണ ആശ്രമം 1936 കാലടിയിൽ സ്ഥാപിച്ചതാരായിരുന്നു? ആഗമാനന്ദ സ്വാമികളായിരുന്നു. ആഗമാനന്ദ സ്വാമികൾ 1961 ഇഹലോകവാസം പിടിയുണ്ടായി. നമ്മൾ ആഗമാനന്ദ സ്വാമികളെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് പരീക്ഷകൾക്കൊക്കെ യൂസ്ഫുള്ളായ ക്വസ്റ്റ്യൻസാണ്. വീഡിയോ കാണുന്നവർ തുടർച്ചയായിട്ട് കാണുകയും കാര്യങ്ങൾ കേട്ട് പഠിക്കുകയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് എവിടെ ഉപകാരപ്പെടും. പരീക്ഷകൾക്ക് ഉപകാരപ്പെടുന്നതാണ്.